കുട്ടിയെ ഗിഡിച്ച് തെറിപ്പിക്കുന്ന വീഡിയോ സ്കൂൾ കുട്ടികളെ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നതുമായി വെറും 3 ഫോട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു ഫോട്ടോ ഞാൻ പകർത്തിയത് തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്നുള്ള കാഴ്ചയാണ്. ഒന്നാമത്തെ ഫോട്ടോ എന്ന് പറയുന്നത് ഒരു സ്കൂൾ ബസ് വരികയും ആ സ്കൂൾ ബസ്സിലുള്ള കുട്ടിയെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്വന്തം രക്ഷിതാവ് ബസ്സിൻ്റെ അടുത്തേക്ക് വന്ന് ഒപ്പിട്ട് വാങ്ങുകയാണ്. സ്വന്തം രക്ഷിതാക്കൾ വന്നാലേ കുട്ടികളെ കൊടുക്കുകയുള്ളൂ എന്ന സ്കൂളിലെ മാനേജ്മെന്റിന്റെ ശക്തമായ തീരുമാനത്തിൽ സ്വന്തം രക്ഷിതാവ് വന്ന് ഒപ്പിട്ട് വാങ്ങുന്ന ഫോട്ടോ ആണ് ഒന്നാമത്തെ ഫോട്ടോ. രണ്ടാമത്തെ ഫോട്ടോ എന്നുള്ളത് ആ ബസ് വീണ്ടും ഡോർ ലോക്ക് ചെയ്ത് അവിടെ മറ്റാരോ കാത്തു നിൽക്കുകയാണ്. ആ ബസ്സിലുള്ള മറ്റൊരു കുട്ടിയുടെ രക്ഷിതാവ് വരാൻ നേരം വൈകിയതിൻ്റെ പേരിൽ ഒരു 5 മിനിറ്റും കൂടി അവിടെ കാത്തു നിൽക്കുന്ന ഫോട്ടോയാണ് ഈ രണ്ടാമത്തെ ഫോട്ടോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മൂന്നാമത്തെ ഫോട്ടോ എന്നുള്ളത് ആ കാത്തു നിന്ന കുട്ടിയുടെ രക്ഷിതാവ് വന്നതിന് ശേഷം ആ രക്ഷിതാവിൻ്റെ കൈകളിലേക്ക് ബുക്ക് നൽകി ഒപ്പിട്ട് ആ രക്ഷിതാവ് കുട്ടിയെ ഏറ്റുവാങ്ങുന്ന ഫോട്ടോയാണ് മൂന്നാമത്തേതിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും വളരെ കർശനമുള്ള ഒരു സ്കൂൾ മാനേജ്മെൻറ്റ്. ഇത് തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്നുള്ള കാഴ്ചയാണ്. നമ്മുടെ നാടുകളിൽ ഒരുപാട് കേസുകൾ ദിനം പ്രതി നമ്മൾ വാർത്തകളിൽ ന്യൂസ് പേപ്പറിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾ വാഹനമിടിച്ച് മരിച്ചു, സ്കൂൾ കുട്ടികൾ റോഡ് ക്ലോസ് ചെയ്തതിനിടെ എതിർ ദിശയിൽ നിന്ന് വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു എന്നുള്ള ഒരുപാട് വാർത്തകൾ. കഴിഞ്ഞ ആഴ്ച ഒരു സ്കൂൾ കുട്ടി റോഡ് മുറിച്ച് ബസ്സിനടുത്തേക്ക് പോകുന്ന സമയത്ത് എതിർ ദിശയിൽ നിന്ന് വന്ന ഒരു ബൈക്ക് കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുന്ന വീഡിയോ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടവരാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് സ്കൂൾ കുട്ടികളെ ബസ്സിലേക്ക് പറഞ്ഞ് അയക്കാൻ പോലും നമ്മുടെ നാടുകളിൽ രക്ഷിതാക്കൾ പല സ്ഥലങ്ങളിൽ തയ്യാറാകുന്നില്ല. ഇതുപോലെ ഒരു കർശന നിയമം നമ്മുടെ ഓരോ സ്കൂളിലെയും മാനേജ്മെൻറ്റ് കർശനമായി രംഗത്ത് കൊണ്ടുവന്നാൽ ഓരോ രക്ഷിതാക്കളും സ്കൂൾ കുട്ടികളെ ഇറക്കുമ്പോഴും ആക്കുന്ന സമയത്തും രക്ഷിതാക്കൾ അവിടെ ഉണ്ടായിരിക്കണമെന്ന കർശന നിയമം കൊണ്ടുവന്നാൽ ഇത്തരത്തിലുള്ള ഒരുപാട് അപകടങ്ങളിൽ നിന്ന് ചെറിയ കുട്ടികളെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഈ ചിത്രങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമാണ്. സ്കൂളിലേക്ക് പോകാൻ ബസ് വരുന്ന സമയത്തും രക്ഷിതാക്കളാക്കി കൊടുക്കണം. സ്കൂളുകൾ തിരിച്ചുവിട്ട് കുട്ടികളെ യഥാസ്ഥാനത്തേക്ക് എത്തിക്കുമ്പോഴും കുട്ടികളെ ഏറ്റുവാങ്ങുന്നതിന് രക്ഷിതാക്കൾ അവിടെ നിർബന്ധമായി ഉണ്ടായിരിക്കണം. വളരെ കർശനമായ നല്ല സ്ട്രോങ് ഉള്ള നല്ലൊരു മാനേജ്മെൻറ്റ്, ഇത്തരത്തിലുള്ള നല്ല കർശനമായ മാനേജ്മെൻറ്റ് നമ്മുടെ സ്കൂളുകളിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അപകടങ്ങളിൽ നിന്ന് ചെറിയ കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം ഈ ഒരു 3 ഫോട്ടോ ഞാൻ പകർത്തുകയും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു.